പ്രിയമുള്ളവരെ, വചനജ്വാല 1025 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 21 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 21 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ യൂദിത്തിന്റെ പുസ്തകം 13 അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഹോളോ ഫർണസിനെ വധിക്കുന്നു. സന്ധ്യയായപ്പോൾ ഹോളോ ഫർണസിന്റെ അടിമകൾ വേഗം പിൻവാങ്ങി. ബഗോവാസ് യജമാന സന്നിധിയിൽ നിന്ന് സേവകന്മാരെയെല്ലാം വെളിയിലാക്കി കൂടാര കവാടം പുറത്തുനിന്ന് അടച്ചു. വിരുന്ന് നീണ്ടുപോയതിനാൽ ക്ഷീണിതരായ അവർ ഉടനെ പോയി കിടന്നു. കൂടാരത്തിൽ വീഞ്ഞു കുടിച്ച് മത്തനായി കിടക്കയിൽ കിടക്കുന്ന ഹോളോ ഫർണസിന്റെ സമീപം യൂദിത്ത് മാത്രം അവശേഷിച്ചു. ശയനമുറിയിൽ നിന്ന് താൻ പുറത്തു വരുന്നതുവരെ പതിവ് പോലെ കാത്തു നിൽക്കാൻ അവൾ ദാസിയോട് പറഞ്ഞിരുന്നു. താൻ പ്രാർത്ഥിക്കാൻ പോകുമെന്നും അവൾ പറഞ്ഞിരുന്നു. ബഗോവാസിനോടും അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി. ചെറിയവനോ വലിയവനോ ആരും കിടക്കറയിൽ അവശേഷിച്ചില്ല. യൂദിത്ത് അവന്റെ കിടക്കടുത്തു നിന്ന് കൊണ്ട് ഹൃദയത്തിൽ മന്ത്രിച്ചു, സർവശക്തനായ ദൈവമേ, കർത്താവേ, അവിടുന്ന് ഇപ്പോൾ ജെറൂസലേമിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ള എന്റെ പ്രവൃത്തിയെ കടാക്ഷിക്കണമേ. അവിടുത്തെ അവകാശമായ ജനത്തെ സഹായിക്കാനും ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ നശിപ്പിക്കാൻ ഞാൻ ഏറ്റെടുത്ത കർത്തവ്യം നിർവഹിക്കാനുമുള്ള അവസരമാണിത്. അവൾ ചെന്ന് കിടക്കയുടെ അറ്റത്തുള്ള തൂണിൽ ഹോളോ ഫർണസിന്റെ തലയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടന്ന വാൾ എടുത്തു. അവൾ കിടക്ക് അടുത്തു വന്ന് അവന്റെ തലമുടിയിൽ പിടിച്ചു പ്രാർത്ഥിച്ചു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഇന്ന് എനിക്ക് ശക്തി തരണമേ. അവൾ തന്റെ സർവശക്തി ഉപയോഗിച്ച് അവന്റെ കഴുത്തിൽ 2 പ്രാവശ്യം വെട്ടി ശിരസ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി. ശരീരം കിടക്കയിൽ നിന്ന് ഉരുട്ടി താഴെയിട്ടു. മേൽക്കട്ടിയും തൂണുകളിൽ നിന്ന് വലിച്ചെടുത്തു. അല്പം കഴിഞ്ഞ് അവൾ പുറത്തു കടന്ന് ഹോളോ ഫർണസിന്റെ ശിരസ് ദാസിയെ ഏൽപ്പിച്ചു. അവൾ അത് ഭക്ഷണസഞ്ചിയിൽ നിക്ഷേപിച്ചു. ഉടൻ തന്നെ ഇരുവരും നിത്യവും പ്രാർത്ഥനയ്ക്ക് പോകും പോലെ പുറത്തേക്ക് പോയി. അവൾ പാളയത്തിലൂടെ കടന്ന് താഴ്വര ചുറ്റി മല കയറി ബെത്തൂലിയായുടെ കവാടങ്ങളിലെത്തി. യൂദിത്ത് മടങ്ങിയെത്തുന്നു. യൂദിത്ത് ദൂരെ വെച്ച് തന്നെ കവാടത്തിലെ കാവൽക്കാരനോട് വിളിച്ചു പറഞ്ഞു, തുറക്കൂ, വാതിൽ തുറക്കൂ. ദൈവം, നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഇസ്രായേലിൽ തന്റെ പ്രാബല്യവും നമ്മുടെ ശത്രുക്കൾക്കെതിരെ തന്റെ ശക്തിയും ഇന്നത്തെ പോലെ പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി തന്നെ അവരുടെ നഗരത്തിലെ ആളുകൾ അവളുടെ ശബ്ദം കേട്ടപ്പോൾ ഇറങ്ങി നഗര കവാടത്തിലേക്ക് ഓടിച്ചെന്ന് ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. വലിപ്പ ചെറുപ്പമെന്നിയെ അവരെല്ലാവരും ഒന്നിച്ചോടി. കാരണം അവൾ തിരിച്ചെത്തിയെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ വാതിൽ തുറന്ന് അവരെ അകത്ത് കടത്തി. വെളിച്ചത്തിന് വേണ്ടി തീ കത്തിക്കുകയും അവരുടെ ചുറ്റും കൂടി നിൽക്കുകയും ചെയ്തു. അവൾ ഉച്ചത്തിൽ പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ പുകഴ്ത്തുവിൻ. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് തന്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എന്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചവനുമായ ദൈവത്തെ സ്തുതിക്കുവിൻ. അനന്തരം അവൾ സഞ്ചിയിൽ നിന്ന് ആ തലയെടുത്ത് അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, അസീറിയൻ സൈന്യാധിപനായ ഹോളോ ഫർണസിന്റെ ശിരസും മേൽക്കട്ടിയും ഇതിന്റെ കീഴിലാണ് കുടിച്ച് മത്തുപിടിച്ച് അവൻ ചെയ്യിച്ചത്. ഒരു സ്ത്രീയുടെ കൈയാൽ
കർത്താവ് അവനെ വീഴ്ത്തി. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതനായ വിശുദ്ധ അലോഷ്യസ് ഗോൺസാക്കയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഞാൻ ഒരു വളഞ്ഞ ഇരുമ്പുവടിയാണ്, ആശാനിഗ്രഹവും പ്രാർത്ഥനയുമാകുന്ന ചുറ്റിക വഴി എന്നെ നേരെയാക്കാനാണ് ഞാൻ സന്യാസിയായത്. ഒരു പ്രഭുവിന്റെ മകനായി ജനനം. 7-ാം വയസ്സിൽ മാതാവിന്റെ ഒപ്പീസും സങ്കീർത്തനങ്ങളും ചൊല്ലിത്തുടങ്ങി. 9-ാം വയസ്സിൽ നിത്യ തപ ബ്രഹ്മചര്യവ്രതം, ബുധൻ വെള്ളി ശനി ഉപവാസം, ആഴ്ചയിൽ 3 ദിവസം ചമ്മട്ടിയടി, അപ്പവും വെള്ളവും സാധാരണ ഭക്ഷണം. കൊട്ടാര ജീവിതം ഇഷ്ടപ്പെടായകയാൽ വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ചാണ് കഴിഞ്ഞിരുന്നത്. ഈശോ സഭ മിഷണറിമാർ ഇന്ത്യയിൽ എന്ന ഗ്രന്ഥം വായിച്ചപ്പോൾ മുതൽ ഈശോ സഭയിൽ ചേരാൻ തോന്നി. പിതാവിനോട് 4 കൊല്ലം ഏറ്റുമുട്ടി. 17-ാം വയസ്സിൽ നൊവീഷ്യേറ്റിൽ ചേർന്നു. 23-ാം വയസ്സിൽ അന്തിമ ദൈവശാസ്ത്ര ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനിടെ പനി പിടിച്ച് ഈശോ എന്ന തിരുനാമം ആവർത്തിച്ചാവർത്തിച്ച് സ്വർഗത്തിലേക്ക് പറന്നുപോയി. നമുക്ക് പരിചിതനായ വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ പുതിയ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.